ചേട്ടാ, കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഒരു കൊലപാതകം നടന്നു. കഴിഞ്ഞ ആഴ്ച ഒരു കൊലപാതകം കോഴിക്കോട് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏതാ കൊലപാതകം എന്നുള്ളത്. കാര്യം അത്രയും മൃഗീയമായിട്ടുള്ളൊരു കൊലപാതകമായിരുന്നു അത്. ഈ കേസിലെ പ്രതിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ പ്രതിയാണെന്നുള്ളത് തെളിഞ്ഞിട്ടുമുണ്ട്. തെളിയാനുള്ള കാരണം ഒന്ന് CCTV ഫൂട്ടേജ്, രണ്ട് ഈ മരിച്ച പെൺകുട്ടി, ഈ മരിച്ച സ്ത്രീ ഡയറി ചെറുപ്പം തൊട്ടേ ഡയറി ചെയ്ത് സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അതിൽ ഈ ഡീറ്റെയിൽസ്, അതായത് ഇത് ഇയാൾ പ്രതിയാണ് എന്ന് തെളിയിക്കുന്ന അത്രയും ഡീറ്റെയിൽസ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേസിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? വൈശാഖൻ വൈശാഖൻ ശരിക്കും പറഞ്ഞ ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ്. ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുവതിയെ ഇയാളാണല്ലോ കൊല്ലുന്നത്. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു പോയി. മാത്രമല്ല, അഞ്ജന ആദ്യം പറഞ്ഞതുപോലെ ആ ഡയറിക്കുറിപ്പ് ഇയാൾക്ക് വലിയ കുരുക്കാണ്. ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, ഈ യുവതി 26 വയസ്സുള്ള യുവതി എഴുതിയിരിക്കുന്നു, താൻ ഏത് നിമിഷവും കൊല്ലപ്പെടാം, മരണപ്പെടാം, തൻ്റെ മരണം ഏകദേശം അടുത്തിരിക്കുന്നു എന്ന് ആ യുവതി എടുത്ത്. അതായത് ആ യുവതി മുൻകൂട്ടി കണ്ടിരിക്കുന്നു ഇയാൾ തന്നെ അപായപ്പെടുത്തും എന്നുള്ളത്. അതുമാത്രമല്ല, നേരത്തെ CCTV ദൃശ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇവർ തമ്മിൽ 16 വയസ്സ് മുതലുള്ള അടുപ്പമാണ്. അഞ്ജന സൂചിപ്പിച്ചതുപോലെ 16ാമത്തെ വയസ്സ് മുതൽ ഈ യുവതിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് 36 വയസ്സുണ്ട്. അത്രയും വർഷം. ഈ യുവതിക്ക് 26 വയസ്സുണ്ട്. 10 വർഷം. അതിൻ്റെ നമ്മളതിലേക്ക് പോകുമ്പോൾ കല്യാണം കഴിക്കണം, വിവാഹം കഴിക്കണം എന്ന് യുവതി നിർബന്ധിച്ചു. അതിന് ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഒഴിവാക്കി എന്നുള്ളതാണ്. പക്ഷേ ഇയാൾ ചെയ്ത കാര്യം, ഇയാളൊരു ഏറ്റവും ക്രൂരനായ മനുഷ്യനാണ്. അതായത് ജീവന് വേണ്ടി ആ യുവതി പിടയുന്ന സമയത്തും ഇയാൾ ആ യുവതിയെ ശാരീരികമായി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. CCTV ദൃശ്യത്തിൽ നിന്ന്, പോലീസിന് കിട്ടിയ CCTV ദൃശ്യത്തിൽ നിന്ന് അതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, തൂങ്ങി മരിച്ചതിന് ശേഷവും താഴെ ഇറക്കിയതിന് ശേഷവും ആ മൃതദേഹത്തെ ഇയാൾ ശാരീരികമായി ഉപദ്രവിച്ചു, ലൈംഗികമായി ഉപദ്രവിച്ചു. അപ്പോൾ അത്രയും ക്രൂരനായ ഒരു മനുഷ്യൻ. അതുമാത്രമല്ല, ഇയാളുടെ ഫോൺ പോലീസ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ ഫോണിൽ ഇയാൾക്ക് ഒരു സ്ത്രീയുമായിട്ടല്ല, ഇപ്പം ഈ മരിച്ചുപോയ യുവതിയുടെ ധാരണ, ചിലരങ്ങനെയുണ്ടല്ലോ, ഒരേ സമയം ഒരുപാട് പേരെ പ്രണയിക്കുന്നത്. അതൊക്കെ മിടുക്കാണ്, വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും ഈ യുവതി വിചാരിച്ചിരുന്നത് ആ യുവതിയെ മാത്രമാണ് പ്രണയിച്ചിരുന്നതെന്ന് ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെയല്ല. ഒട്ടേറെ സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മെസ്സേജുകളുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്ക് പറ്റിപ്പോയത് ഈ CCTV ഫുട്ടേജ് മായ്ച്ചു കളയാനുള്ള സമയം ഇയാൾക്ക് കിട്ടാതെ പോയി. അതാണ് സംഭവിച്ചത്. ഇയാൾ നീക്കങ്ങളെല്ലാം ബുദ്ധിപരമായിരുന്നു. കാരണം വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി, മാളിക്കടവിലെ വർക്ക്ഷോപ്പിലേക്ക് ജനുവരി 24-ാം തീയതി യുവതിയെ കൊണ്ടുവരുന്നു. അതായത് വിവാഹിതനാണല്ലോ ഇയാൾ, ഭാര്യയുണ്ട്. ഇപ്പോൾ യുവതി നിരന്തരം ആവശ്യപ്പെടുന്നത്, പ്രണയിച്ചൊരു ഘട്ടം കഴിയുമ്പോൾ, ഇപ്പോൾ പ്രണയിക്കുന്നത് എന്തിനാണ്? പ്രണയത്തിൻ്റെ മിക്കവാറും ഒരു 90% ആളുകളും തങ്ങൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പ്രണയിക്കുന്നത്. പിന്നെ ചില ആളുകൾ പ്രണയിക്കുന്നത് ടൈം പാസിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ആ പ്രണയത്തിൻ്റെ ഒരു ആത്യന്തികമായി ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അപ്പോൾ ചില ആളുകൾക്കത് പറ്റാതെ പോകും. ചിലർ നിരാശയിൽ ആണ്ടുപോകും. ചിലർ പക്ഷേ പക മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. നിർബന്ധം പിടിച്ചു യുവതി തന്നെ കല്യാണം കഴിക്കണം. കാരണം ആ യുവതിയുടെ മനസ്സിൽ ഈ ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇയാൾക്ക് ഭാര്യ ഉള്ളതുകൊണ്ട് യുവതിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ഇയാൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വേറൊരു കല്യാണം കഴിക്കാൻ പറ്റില്ല, പക്ഷേ ഈ യുവതിയെ പിരിഞ്ഞ് ജീവിക്കാനും പറ്റില്ല എന്ന് ഈ വൈശാഖൻ യുവതിയോട് പറഞ്ഞു. നിന്നെ പിരിയാൻ എനിക്ക് പറ്റില്ല, പക്ഷേ എനിക്ക് ഭാര്യയുണ്ട്, അതുകൊണ്ട് വേറൊരു കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ യുവതി അങ്ങനെ പറഞ്ഞു. എന്നാൽ ചിലരങ്ങനെയാണ്, ഒരുമിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ആത്മഹത്യ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ഒരു സുന്ദരിയായ ഒരു പെണ്ണ്, ഞാൻ 5ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിന് അടുത്ത് റെയിൽവേ ട്രാക്കുണ്ട്. അന്ന് കുറച്ച് ഇത്തിരി അങ്ങോട്ട് നടന്ന റെയിൽവേ ട്രാക്കാണ്. അത് കൊല്ലത്തുനിന്ന് ചെങ്കോട്ടയ്ക്ക് പോകുന്ന റെയിൽപാത. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്കൂൾ വിട്ട്
വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കുറേ ആൾക്കൂട്ടം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ പെണ്ണിൻ്റെ മുഖം. ഒരു ചെറിയ 17-18 വയസ്സേ ഉണ്ടാവുള്ളൂ. അതിസുന്ദരിയായ ഒരു യുവതി ആത്മഹത്യ ചെയ്തു. രണ്ടുപേരും ഉണ്ട്, കാമുകനും കാമുകിയും ഉണ്ട്. അവർ രണ്ടുപേരും ട്രെയിൻ ഇടിച്ച് റെയിൽവേ ട്രാക്കിൽ തന്നെ പോലീസൊക്കെ വന്ന് ആ മൃതദേഹം ഇങ്ങനെ. അപ്പോൾ ആ സമയത്ത് കുറേ ആളുകളൊക്കെ ഉണ്ട്, പോലീസ് വരുന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ആ സമയത്തുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട്, അതായത് രണ്ടുപേര് പ്രണയിച്ച് അവർക്ക് ഒരുമിക്കാൻ പറ്റാതെ പോയിട്ട് റെയിൽവേ ട്രാക്കിൽ വന്ന് ആത്മഹത്യ. പിന്നീട് എൻ്റെ നാട്ടിൽ, ഞാൻ ഈ സംഭവത്തിലേക്ക് വരാം, അപ്പോൾ ആളുകൾ വിചാരിക്കും വേറെ കഥ പറയുകയാണ്. പിന്നെ നമ്മൾ ഈ കഥയിലൊക്കെ വായിക്കുമല്ലോ, അതായത് സമ്പന്നനായ യുവാവ് പിന്നെ പാവപ്പെട്ട യുവതി, സെയിം അതേ സാധനം. അതും എൻ്റെ ചെറിയ പ്രായത്തിലാണ്. ഒരു വലിയ കുടുംബത്തിലെ യുവാവ് തൊട്ടപ്പുറത്ത് തന്നെ ഒരു യുവതിയുമായി പ്രണയത്തിലാവുന്നു. സാധാരണയൊന്നും പറയാൻ പറ്റാത്ത, പക്ഷെ അവർക്ക് ഒരുമിക്കാൻ പറ്റില്ല. രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. വലിയ സംഭവമായിരുന്നു അതൊക്കെ. അപ്പോൾ നമ്മൾ പോയി കാണപ്പോൾ ആളുകൾ പല കഥയും ഉണ്ടാക്കുമല്ലോ, രണ്ടുപേരെയും കൊന്നതാണ്. അപ്പോൾ സമ്പന്ന കുടുംബത്തിലെ ആകുമ്പോൾ പറയും രണ്ടുപേരെയും കൊന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെയും യുവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ, ആ ഓപ്ഷൻ ചില ആളുകൾ പ്രണയിതാക്കൾ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോകും. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഒരുമിച്ച് ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ള ഇതിലേക്ക് പോകും. അതൊരു ശരിയായ കാര്യമല്ല, അത് മറ്റൊരു കാര്യം. അപ്പോൾ യുവതി പറഞ്ഞു നമുക്ക് ഒരുമിച്ച് മരിക്കാം. അപ്പോൾ ഇയാളും സമ്മതിച്ചു. തനിക്കും ജീവിക്കാൻ സാധിക്കില്ല, നീ ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ യുവതിയെ വിശ്വസിപ്പിച്ചിട്ട് ഈ ജനുവരി 24-ാം തീയതി മാളിക്കടവിലെ വർക്ക്ഷോപ്പിലേക്ക്, ഇയാളുടെ തന്നെ വർക്ക്ഷോപ്പാണ്, അവിടേക്ക് കൊണ്ടുവരുന്നു. ഉച്ചയോടെയാണ് അവരവിടെ എത്തുന്നത്. അപ്പോൾ ഇതെല്ലാം CCTV ദൃശ്യങ്ങളിലുണ്ട്. ഇയാൾക്ക് 1-2 അബദ്ധങ്ങൾ പറ്റിപ്പോയി. ഇയാൾ വളരെ ബുദ്ധിപരമായ നീക്കം നടത്തിയെങ്കിലും ഈ നീക്കങ്ങളെല്ലാം പാളിപ്പോയത്. പണ്ട് നമ്മൾ പറയത്തില്ലേ മുകളിലൊരാളുണ്ടെന്ന് പറയുന്നത് പോലെ. അവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ രണ്ടുപേരും മരിക്കാനായിട്ട് 2 കുരുക്ക് ഉണ്ടാക്കുന്നു. യുവതി കയറുന്നു. യുവതി കയറിയ പാടെയാണ് ഇയാൾ, അതെല്ലാം CCTV ദൃശ്യങ്ങളിലുണ്ട്. യുവതി കയറി നിൽക്കുന്നു. യുവതി കയറി നിന്ന ഉടൻ തന്നെ ഇയാൾ യുവതിയുടെ കഴുത്തിൽ ഇയാൾ തന്നെയാണ് കയർ കുരുക്കുന്നത്. കയർ ഇട്ടു. അപ്പോൾ അതിനുശേഷം ഇയാൾ മരിക്കാൻ പോവുകയാണല്ലോ. അപ്പം രണ്ടുപേരും ഒരുമിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നാണ് യുവതിയുടെ വിചാരം. പക്ഷേ ഇയാൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. ഇയാളുടെ ലക്ഷ്യം ഈ യുവതിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കുരുക്കിട്ടതിന് ശേഷം ഇയാൾ ഈ യുവതി നിന്ന സ്റ്റൂള് ചവിട്ടിത്തെറിപ്പിച്ചു. അപ്പോൾ ചവിട്ടിത്തെറിപ്പിച്ച് യുവതി മരണത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ തൂങ്ങിയ, അതായത് ശ്വാസം കിട്ടാതെ ജീവന് വേണ്ടി പിടയുന്ന സമയത്തും, അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യന്മാരിൽ ഒരാളാണ് ഈ വൈശാഖൻ. അങ്ങനെ ആ യുവതി പിടയുന്ന സമയത്തും ഇയാൾ ലൈംഗികമായി അവരെ ഉപദ്രവിക്കുകയായിരുന്നു. ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ടും അറുത്തിട്ടതിന് ശേഷവും ഇയാൾ അവരെ ഉപദ്രവിച്ചു. എന്നിട്ട് ഭാര്യയെ വിളിച്ചു. മരണം ഉറപ്പാക്കിയതിന് ശേഷം ഭാര്യയെ വിളിച്ചു. കാരണം ആത്മഹത്യ ചെയ്തു, തൻ്റെ വർക്ക്ഷോപ്പിൽ ഈ യുവതി വന്ന് ആത്മഹത്യ ചെയ്തു എന്ന് ആളുകളെ ധരിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഭാര്യയെ വിളിച്ചു വരുത്തിയത്. അവിടെ മുതൽ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുകയാണ്. ഭാര്യയെ വിളിച്ചു വരുത്തി. ഭാര്യ വന്നു. ഭാര്യയോടൊപ്പമാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ മരണപ്പെട്ട യുവതിയെയും കൊണ്ട് ഇവർ പോകുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ മുതലാണ് ഇയാൾക്ക് ഈ CCTV ഫുട്ടേജ് ഒളിപ്പിക്കാനുള്ള സാവകാശം കിട്ടാതെ പോയതും പോലീസ് ഇയാളിലേക്ക് സംശയത്തിൻ്റെ മുന നീളുന്നതും അവിടെ വെച്ചാണ്. ഇയാൾ പറഞ്ഞ ഒരു കാര്യം, ഈ ജ്യൂസിനകത്ത് ഉറക്ക ഗുളിക കലർത്തി, എന്നിട്ട് അത് രണ്ടുപേരും കുടിച്ചതിന് ശേഷം ജീവിതം അവസാനിപ്പിക്കുക. അപ്പോൾ ഇയാളങ്ങ് ഉറങ്ങിപ്പോയി. ഇയാൾ ഉറങ്ങിപ്പോയി നോക്കുമ്പോൾ യുവതി ആത്മഹത്യ ചെയ്തതാണ് ഇയാൾ കാണുന്നത്. പക്ഷേ പോലീസിൻ്റെ സംശയം, ഇത്രയും അമിതമായ അളവിൽ ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങിപ്പോയി അത്രയും ക്ഷീണമുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയും ദൂരം കാർ ഓടിച്ചു വന്നത്, ഈ യുവതിയും കൊണ്ട് എങ്ങനെയാണ് കാർ ഓടിച്ചു വന്നത്? അപ്പോൾ ആ ചോദ്യത്തിന് ഇയാൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഇയാൾ ഇത്രയും ദൂരം കാർ ഓടിച്ചു വന്നത്? അപ്പോൾ അവിടെ മുതൽ പോലീസിന് സംശയം തുടങ്ങി. അങ്ങനെയാണ് പോലീസ് നേരെ ഈ വർക്ക്ഷോപ്പിലേക്ക് വരുന്നത്. വർക്ക്ഷോപ്പിലേക്ക് വന്ന് നോക്കുമ്പോൾ, പ്രാഥമിക പരിശോധനയിൽ നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞത് ശരിയാണ്, യുവതി ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ അങ്ങനെ അവർ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് യുവതി ഇവിടെ കുരുക്കിട്ടിരിക്കുന്നു, അതിനോടൊപ്പം ഇപ്പുറത്ത് വേറൊരു കുരുക്കുമുണ്ട്. 2 കുരുക്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യില്ലല്ലോ. അപ്പം അതാണ് ഇയാളുടെ നീക്കങ്ങൾ. ഇയാൾക്ക് അതിനൊന്നും ഇയാൾ
വളരെ തന്ത്രപരമായി ഭാര്യയെ ഉൾപ്പെടെ നിർത്തിയിട്ട് ഇതൊരു ആത്മഹത്യയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അതെല്ലാം ഇയാൾക്ക് തിരിച്ചടിയാകുകയാണ്. കാലം ഇയാൾക്ക് വേണ്ടി കരുതി വെച്ച, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഇതൊരു പ്രകൃതിയുടെ നീതിയാണ് എന്നൊക്കെ പറയും, അത് വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഇയാൾക്ക് കിട്ടിയെന്നുള്ളതാണ്. ചിലർക്ക് വളരെ കാലതാമസം എടുക്കും. അപ്പോഴാണ് 2 കുരുക്ക്, കയറുകൊണ്ടുള്ള മറ്റൊരു കുരുക്ക്. അപ്പോൾ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. അതിൻ്റെ ഹാർഡ് ഡിസ്ക് എലത്തൂർ പോലീസ് പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ എലത്തൂർ പോലീസ് ഈ CCTV കൊണ്ടുപോയി അതിൻ്റെ ഹാർഡ് ഡിസ്ക് പരിശോധിക്കുന്ന സമയത്താണ് ഇയാൾ വർക്ക്ഷോപ്പിലേക്ക് വരുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 പേരും വരുന്നതും കുരുക്കിടുന്നതും, ഈ കുരുക്ക് പിന്നെ യുവതിയുടെ കഴുത്തിലേക്ക് ഇയാൾ ഈ കുരുക്ക് മുറുക്കുന്നതും സ്റ്റൂള് തട്ടിക്കളയുന്നതും, അതിനുശേഷം ആ യുവതി തൂങ്ങി ആടുന്ന സമയത്ത് തന്നെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതും മരിച്ചതിന് ശേഷം ഉപദ്രവിക്കുന്നതെല്ലാം പോലീസ് കണ്ടെത്തി. അതോടുകൂടി പിന്നൊന്നും ചെയ്യാനില്ല. ഇയാളുടെ നീക്കങ്ങളെല്ലാം ആ CCTV പൊളിച്ചു. ദൈവം എന്ന് പറയുന്നത് ഓരോ സമയത്തും, ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ദൈവത്തിൽ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പക്ഷെ ചില സമയങ്ങളിൽ ദൈവം CCTV ദൃശ്യങ്ങളുടെ രൂപത്തിലും വരും. അപ്പം നമ്മൾ പറയത്തില്ലേ, നമ്മുടെ മുന്നിൽ ദൈവം വരുന്നത് ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും അല്ലേ. അപ്പം ദൈവത്തിന് ഡയറക്റ്റ് വന്ന് അഞ്ജനെ നിന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അഞ്ജന ഒരു പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ രൂപത്തിലോ ആയിരിക്കും ദൈവം ഇടപെടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇത് ഒരു അവസരമാണ്, അല്ലെങ്കിൽ ഇത് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ, ഇപ്പം ഞാനൊരു ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും അങ്ങനെയല്ല. ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചത്. ആ CCTV ദൃശ്യങ്ങൾ ദൈവികമായൊരു ഇടപെടൽ പോലെ അയാൾക്ക് കുരുക്കായി മാറണം. അല്ലെങ്കിൽ ഇത്രയും നീചനായ ഒരാളെ, ഇപ്പം കാമുകിയെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ കാമുകനെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരാളെ ജീവന് വേണ്ടി പിടയുന്ന സമയത്തും അയാളെ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ശരീരത്തെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. അതൊരു തരം മാനസിക വൈകല്യമാണ്. അപ്പോൾ ഇയാളും അത്തരം മാനസിക വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ട ഒരു മനുഷ്യനാണ്. എന്തായാലും വൈശാഖൻ പോക്സോ കേസിൽ ഉൾപ്പെടെ ഇനി അകത്ത് കിടക്കേണ്ടി വരും. CCTV ഫുട്ടേജ് അയാൾക്ക് പറ്റിപ്പോയത് ഇത്ര പെട്ടെന്ന് പോലീസ് പിടിയിലാകുമെന്നുള്ളത് ഇയാൾ ധരിച്ചില്ല. ആശുപത്രിയിലാക്കി ആത്മഹത്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് തിരികെ വന്ന് ഈ CCTV ദൃശ്യങ്ങൾ മായ്ക്കാം എന്നുള്ള ചിന്തയിലാണ് ഇയാൾ ഇരുന്നത്. പക്ഷെ അതിനുള്ള സാവകാശവും സമയവും ഇയാൾക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് ഇയാൾ അകത്താകുന്നത്.